ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LBS വഴി നിങ്ങൾ BSc നഴ്സിംഗോ മറ്റ് കോഴ്സുകൾക്കോ അഡ്മിഷൻ കിട്ടിയവരോ അല്ലെങ്കിൽ ഇനി അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. നിങ്ങൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടത് എന്നാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ആ ഒരു ബെൽ ഐക്കൺ കൂടെ ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് LBSൻ്റെ 2025 പ്രോസ്പെക്ടസ് ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പ്രോസ്പെക്ടസ് സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത് വിശദമായിട്ട് നോക്കാവുന്നതാണ്. ശരിക്കും ഇപ്പോൾ വേണ്ട ആ ഒരു പേജ് മാത്രമേ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു പ്രോസ്പെക്ടസിലുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പോസ്റ്റ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് ആണ്. അതിൽ റിപ്പോർട്ടിംഗ് അറ്റ് ദ കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ പറഞ്ഞിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു അറിയിപ്പ് വരും. അതിന് ശേഷമാണ് നമ്മൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. LBSൻ്റെ സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളെല്ലാവരും ഒരു കോളേജിൽ പോകുമ്പോൾ അഡ്മിഷൻ വിളിച്ച് ചോദിക്കുക ഡേറ്റിൽ വരട്ടെ എന്നുള്ളൊരു കാര്യം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. He or she should bring with the originals of the following documents. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ മുന്നേ തന്നെ പറയാം. ഇതിനകത്തുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. ചിലപ്പോൾ ഇത് കൂടാതെ തന്നെ ഏതെങ്കിലും കാര്യങ്ങളൂടെ കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ഒരു കോളേജുകാർ പറയും, ചിലപ്പോൾ പറഞ്ഞേക്കാം. സോ നിങ്ങൾ കോളേജിൽ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക. കൂടെ തന്നെ നിങ്ങൾക്കിപ്പം തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിലും നിങ്ങൾ ചെക്ക് ചെയ്യണം എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് അതിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ അതിലും കൂടെ കൺഫേം ചെയ്തിരിക്കണം ഉറപ്പായിട്ടും. ആ ഒരു കാര്യങ്ങളൂടെ കൊണ്ടുപോകാൻ നിങ്ങൾ മറക്കാണ്ട് ശ്രദ്ധിക്കണം. സോ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് കാൻഡിഡേറ്റ്സ് പ്രിൻ്റ് ഔട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം. നമ്മൾ LBSലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അതാണ് നിങ്ങൾ ആദ്യം തന്നെ പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകേണ്ടത്. സോ ഞാൻ വീഡിയോയിൽ ഒരു കാര്യം കൂടെ പറയാം. ചില കോളേജിൽ ഇപ്പം എല്ലാത്തിൻ്റെ 2 കോപ്പി അല്ലെങ്കിൽ 3 കോപ്പിയൊക്കെ വെച്ചിട്ട് കൊണ്ടുവരാനായിട്ട് പറയും. സോ നിങ്ങൾ ആ ഒരു കാര്യം ഇവിടെ കൺഫേം ചെയ്തിട്ട് തന്നെ വീട്ടിൽ നിന്ന് അഡ്മിഷൻ എടുക്കാനായിട്ട് പോയിരിക്കണം. അടുത്തായിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ റിസീവ്ഡ് ഓൺലൈനിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറയില്ലേ, തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുക. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതും പ്രിൻ്റ് എടുത്തുകൊണ്ട് പോകണം. റെസിപ്റ്റ് ഓഫ് ദ ട്യൂഷൻ ഫീ ഫോർ റെമിറ്റഡ് ത്രൂ അലോട്ട്മെൻറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം LBSൽ നമുക്ക് അഡ്മിഷൻ എപ്പോഴാണോ ആദ്യം കിട്ടിയത് ആ ഒരു സമയത്ത് നിങ്ങളൊരു ടോക്കൺ ഫീ അടച്ചിട്ടുണ്ടായിരിക്കാം. ഒന്നുകിൽ ചെല്ലാൻ ഉപയോഗിച്ചിട്ട് ബാങ്കിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ LBS സൈറ്റിലോട്ടോ അടച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം ആ ഒരു ഇപ്പം ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ചിലപ്പോൾ 23,000 സംതിങ് ആയിരിക്കും, പ്രൈവറ്റിലാണെങ്കിൽ 25,000 ആയിരിക്കും. ഇനി ഫീ റിസർവേഷനൊക്കെ ഉള്ളവർക്ക് 1000 രൂപയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റാണ് ഈ ഒരു ഫീ റിസിപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകേണ്ടതാണ്. അടുത്തതെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായാലും മതി. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തന്നെ കൊണ്ടുപോവുക. ഒറിജിനൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് അറ്റൻഡഡ്. കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഷോൾ ബി ഒബ്റ്റെയിൻഡ് വിത്തിൻ 6 months പ്രയർ ടു ദ ഡേറ്റ് ഓഫ് അഡ്മിഷൻ. സോ ഇനി വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം കോളേജിലോട്ടാണല്ലോ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ കോളേജിൽ പോകുന്നതിന് മുന്നേ പഠിച്ച കോഴ്സ് ഏതാണോ ആ ഒരു കോഴ്സിൻ്റെ ആ പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു TCയും ഒരു കണ്ടക്ട് സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം +2 പഠിച്ച സ്കൂൾ ഏതാണോ അവിടെ നിന്നുള്ള ഒരു TCയും കണ്ടക്ട് സർട്ടിഫിക്കറ്റും. ഇനിയുള്ളൊരു കാര്യം, കണ്ടക്ട് സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട്. നമ്മളിപ്പം 1 year റിപ്പീറ്റ് ഒക്കെ പോയവരെ സംബന്ധിച്ച് 1 വർഷം കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ഒന്നും കൂടെ പഴയ ഒരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർ 1 or 2 days ചിലപ്പോൾ അന്ന് തന്നെ നമുക്ക് പുതിയൊരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. അപ്പം ഡേറ്റ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും പുതിയ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് തന്നെ പോയി മേടിക്കുക. ഇതുപോലെ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 6 മാസം പറ്റത്തുള്ളൂ, അതിനുള്ളിലുള്ളതായിരിക്കണം. അപ്പം ഞാൻ 1 year റിപ്പീറ്ററാണ്. സോ ഞാൻ എൻ്റെ സ്കൂളിൽ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ഇതിനകത്ത് ഡേറ്റ് ഒക്കെ ഉണ്ട്, അപ്പോൾ നമുക്കത് എക്സ്പയർ ആയെന്ന് അറിയാനായിട്ട് പറ്റും. സോ നിങ്ങൾ ഡേറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും
എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ പുതിയത് പോയിട്ട് മേടിക്കുക, ഡേറ്റ് ഇല്ലെങ്കിൽ അങ്ങനെ സീനൊന്നുമില്ല. അടുത്തതായിട്ടെന്ന് പറയുന്നത് ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓഫ് ദ ക്വാളിഫൈങ് എക്സാമിനേഷൻ ഹയർ സെക്കൻഡറി ഓർ ഇക്വലൻറ്റ് ആൻഡ് ദ പാസ് സർട്ടിഫിക്കറ്റ്. സോ നമ്മളിപ്പം +2 കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഉറപ്പായിട്ടും കൂടുതൽ പേരും പോകുന്നത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റാണ്, നമ്മുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റാണ് കൊണ്ടുപോകേണ്ടത്. നമ്മുടെ പ്രിൻ്റ് ഔട്ട് എടുത്തതൊന്നുമല്ല, നമ്മുടെ ഒറിജിനൽ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ +2ൻ്റെയും കൊണ്ടുപോകണം, 10ാം ക്ലാസ്സിൻ്റെയും കൊണ്ടുപോകണം. അടുത്തതായിട്ട് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം എനി യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാസ്ഡ് എ ക്വാളിഫയിങ് എക്സാമിനേഷൻ അതർ ദാൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഓർ ദ എക്സാമിനേഷൻസ് കണ്ടക്റ്റഡ് ഫ്രം അതർ ഡിഗ്രി ഓർ യൂണിവേഴ്സിറ്റി. സോ അപ്പോൾ ഇതൊരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതിൽ സൈഡിൽ കുറച്ച് ഭാഗം കാണുന്നില്ല, സോ ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പം +1 +2 കംപ്ലീറ്റ് ചെയ്തത് കേരള ഹയർ സെക്കൻഡറി വകുപ്പിൻ്റെ കീഴിലോ അല്ലെങ്കിൽ കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ കീഴിലോ അല്ലെങ്കിൽ CBSE, ICSE, ISC ഇതിൻ്റെ ഒന്നും അണ്ടറിലല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ കേരളത്തിലല്ല പഠിച്ചത്, തമിഴ്നാട്ടിലാണ് പഠിച്ചത്, ഞാൻ തമിഴ്നാട് ബോർഡിൻ്റെ അണ്ടറിലുള്ള എക്സാമാണ് എഴുതിയത്, അങ്ങനെയുള്ളവർക്കാണ് ഇത് വേണ്ടത്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞതിലൊന്നും പെട്ടതല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ നിങ്ങളിത് ഈ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് നിങ്ങൾക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി എന്നാണ് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ബോർഡിലെടുത്ത സർട്ടിഫിക്കറ്റും ഇവിടുത്തതും ഇക്വലൻ്റ് ആണെന്ന് തെളിയിക്കാനുള്ളൊരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റാണ്. സോ അങ്ങനെയുള്ളവരത് എടുക്കുക. സോ ഞാനിത് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്നും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞാൽ പോലും ചിലർക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആവത്തില്ല. ചിലർക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ജസ്റ്റ് പറയുമ്പോൾ തന്നെ മനസ്സിലാവും, പക്ഷേ എല്ലാവർക്കും അങ്ങനെ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അടുത്തത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതുപോലെ ഒരു മറ്റൊരു സ്ഥലത്ത് പഠിച്ച് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പഠിച്ചിട്ട് കേരളത്തിലോട്ട് വരുന്നവർക്കൊക്കെയാണ് ഈ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടത്. ഇപ്പോൾ എനിക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടി വന്നിട്ടില്ല. അപ്പം അത് വേണ്ടവർ മാത്രം എടുത്താൽ മതി. ഇപ്പം കേരളത്തിൽ തന്നെ പഠിക്കുന്നവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. അടുത്തായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇൻ ദ റെലവൻറ്റ് ഫോർമാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം എ മെഡിക്കൽ പ്രാക്ടീഷണർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് സർജൻ ഗിവൻ ഇൻ ദ അനെക്സ്റ്റ് 10 ഓഫ് ദ പ്രോസ്പെക്ടസ് 2025. സോ ആദ്യം തന്നെ നിങ്ങൾ ഈ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനകത്ത് അനെക്സ്റ്റർ 10 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾ എടുക്കേണ്ട ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു സെയിം ഫോർമാറ്റ് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ഡോക്യുമെൻറ്റ് മേടിക്കേണ്ടതാണ്. നിങ്ങളിപ്പോൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന എടുക്കുന്ന ഒന്നും പറ്റത്തില്ല, ഇത് തന്നെ വേണം. ആ ഒരു കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നമ്മൾ മേടിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് മിനിമം ഒരു അസിസ്റ്റൻറ്റ് സർജൻ റാങ്ക് ഉള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ കയ്യിൽനിന്നാണ് മേടിക്കുന്നത്. സോ ഞാനൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ടാണ് ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ഐ വിഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. സോ നിങ്ങളത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഫോമുമായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കത് അറിയാനായിട്ട് പറ്റും. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ്. പ്രൈവറ്റിൻ്റെ പോകാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം അടുത്തതായിട്ട് വേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് സർട്ടിഫിക്കറ്റ് ഷോയിങ് ദാറ്റ് ദ കാൻഡിഡേറ്റ് ഹാസ് ഗോട്ട് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് വാക്സിനേറ്റഡ് അഗെയിൻസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി. സോ ഒരു കാര്യം ഇവിടെ പറയാം, നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം വേണം. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായിട്ട് വേണം എവിടെ പോകാനായിട്ട്, കോളേജിൽ പോകാനായിട്ട്. അടുത്തൊരു ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷൻ നിങ്ങൾ എടുത്തിരിക്കണം. അപ്പോൾ അതിൻ്റെയും സർട്ടിഫിക്കറ്റുമായിട്ട് വേണം പോകാൻ. സോ നിങ്ങളൊരു ഫിറ്റ്നസ് എടുക്കാൻ പോകുന്ന ദിവസം തന്നെ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും കൂടെ എടുക്കാൻ പ്ലാൻ ചെയ്ത് പോവുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരും. തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റാണ്. സോ അപ്പോൾ വന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഉപകാരപ്പെടത്തില്ല. ശരിക്കും ഞാൻ കുറച്ച് വിട്ടുപോയതുകൊണ്ടാണ്, അല്ലെ മുന്നേ തന്നെ ഈ വീഡിയോ ചെയ്തേനെ. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ 3 ഡോസ് വാക്സിനേഷൻ ഉണ്ട്, അത് എടുത്തിരിക്കണം. അത് ഇതുപോലെ തന്നെ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എടുക്കാനായിട്ട് പറ്റും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. എടുത്തതിന് ശേഷം ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു ഞാൻ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ തന്നെ എഴുതി മേടിച്ചു. ഇതുപോലെ എൻ്റെ പേര് എഴുതി ഡോക്ടർ തന്നെ എഴുതി തന്നു, വാക്സിനേറ്റഡ് വിത്ത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ, ഷീസ് വാക്സിനേറ്റഡ് വിത്ത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ് എഴുതി മേടിച്ചു. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു A4 പേപ്പറിൽ
എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം എഴുതി മേടിച്ചതിന് ശേഷം ഡോക്ടറിൻ്റെ സീല് മേടിക്കുക. സീല് മേടിക്കാനും മറക്കരുത്. ഹോസ്പിറ്റലിൻ്റെ സീലും വേണം, ആ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ സീലും വേണം. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷൻ്റെ അതിനകത്തും വേണം, കൂടെ തന്നെ ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ്സിനകത്തും വേണം. മറക്കരുത്. നിങ്ങൾ മിനിമം ഒരു അസിസ്റ്റൻറ്റ് സർജൻ റാങ്കുള്ള പ്രാക്ടീഷണർ ആയിരിക്കണം. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇത് രണ്ടും എടുത്തുകൊണ്ട് തന്നെ വേണം കോളേജിൽ പോകാൻ. ആ ഒരു കാര്യം ആരും മറക്കരുത്. അടുത്തതായിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് ഫ്രം കൺസേൺഡ് റവന്യൂ അതോറിറ്റി. സോ നമ്മൾ റവന്യൂ വകുപ്പിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മുടെ ഇൻകം തെളിയിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ആ ഒരു കാര്യം മേടിച്ച് വെച്ചേക്കുക. അപ്പോൾ അടുത്തതായിട്ട് അണ്ടർടേക്കിംഗ് ആസ് പെർ ക്ലോസ് 14.2 വൈഡ് അനക്സ്റ്റർ 12. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസിൽ തന്നെ അനക്സ്റ്റർ 12 ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഒരു ആൻറ്റി റാഗിങ്ങിൻ്റെ കൺസെൻ്റാണ് നമ്മൾ കൊടുക്കുന്നത്. വെച്ചാൽ നമ്മൾ റാഗ് ചെയ്യില്ല എന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു പേപ്പറും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുത്തിട്ട് അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊണ്ടുപോവുക. ശരിക്കും ഞാനൊക്കെ പോയ സമയത്ത് നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ വേറെ ഒരെണ്ണം കൂടെ എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരെണ്ണം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കോളേജിൽ ചെന്നതിന് ശേഷമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് ഇതും കൂടെ ഫില്ല് ചെയ്ത് കൊണ്ടുപോവുക. അടുത്തത് എനി അതർ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം. ഇനി ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോളേജിൽ നിന്ന് പറഞ്ഞിരിക്കാം ഇന്നത് കൊണ്ടുവരണമെന്ന്. സോ നിങ്ങൾ ആ ഒരു ഡോക്യുമെൻ്റ് കൂടെ കരുതേണ്ടതാണ്. അപ്പോൾ ഇതുകൂടാതെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാനാണെങ്കിൽ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് അവിടെ എന്നോട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ല. പക്ഷേ ഞാനാണെങ്കിൽ വേറെ കോളേജിൽ പോയ സമയത്ത് എന്നോട് നേറ്റിവിറ്റി വേണമെന്ന് പറഞ്ഞു. സോ ഞാൻ പിന്നെ നേറ്റിവിറ്റിക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റിയത്. സോ നിങ്ങൾ ബെറ്റർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും നിങ്ങളൊന്ന് എടുത്ത് വെച്ചേക്കാം. നമ്മൾ ഒരു വട്ടമൊക്കെ നേറ്റിവിറ്റി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് എടുത്തു വെക്കുന്നതാണ് ബെറ്റർ. നമുക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ വരുന്ന സമയത്ത് അതിൽ നേറ്റിവിറ്റി കൊണ്ടുപോകാനും ഈ പറയുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാനും ഒക്കെ പറയുന്നതായിരിക്കും. സോ ഇതിലത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടെ എടുത്ത് വെച്ചേക്കുക. ഇതിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. അലോട്ട്മെൻറ്റ് മെമ്മോ വരുമ്പോൾ മാത്രമേ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ട് പറ്റൂ. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ ഇപ്പം മസ്റ്റായിട്ട് എടുത്ത് വെച്ചേക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ഇല്ലാതിരിക്കാനുള്ള 2 സാധനങ്ങളാണ്. ഒന്ന് മെഡിക്കൽ ഫിറ്റ്നസ്, മറ്റൊന്നെന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പം നിങ്ങളിപ്പം ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഡോസ് എടുക്കുക. അതിനുശേഷം 30 ഡേയ്സ് കഴിയുമ്പോഴായിരിക്കും സെക്കൻഡ് ഡോസ് വരിക. അപ്പം അതിനുശേഷം അത് എടുത്താൽ മതി. ഫസ്റ്റ് ഡോസ് എടുത്തതിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക. സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ ഞാൻ പറയലേ, നമുക്കങ്ങനെ കിട്ടത്തൊന്നുമില്ല. നിങ്ങളൊന്നെങ്കിൽ A4 പേപ്പറിൽ എഴുതി മേടിച്ചിട്ട് ഡോക്ടറിൻ്റെ സീലും ഹോസ്പിറ്റൽ സീലും മേടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ പേപ്പറിൽ തന്നെ എഴുതി മേടിച്ചിട്ട് അതുപോലെ ചെയ്യുക. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായിട്ടും കമൻറ്റ് വരാൻ സാധ്യതയുള്ളൊരു കാര്യം ഞാൻ പറയാം. ചെറുപ്പത്തിൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ വാക്സിൻ ജനിച്ചപ്പോൾ തന്നെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും എടുക്കണമെന്നുള്ളത്. സോ നമ്മൾ ഈ ഒരു മെഡിക്കൽ പ്രൊഫഷനിലോട്ട് വരുമ്പം നമ്മുടെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കുന്നത്. സോ ഉറപ്പായിട്ടും നിങ്ങൾ കുഞ്ഞിലെ എടുത്തവരാണെങ്കിൽ പോലും എടുക്കുക. ഈ പറയുന്ന ഞാനും ചെറുപ്പത്തിൽ ഞാൻ ജനിച്ച സമയത്ത് എടുത്തിട്ടുള്ളതായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഞാൻ ആ ഒരു എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഡോസ്. മറ്റ് പറഞ്ഞിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ്, +2 ഒറിജിനൽ, 10th ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നിങ്ങൾ എടുത്ത് വെച്ചിരിക്കണം. ഇതുകൂടാതെ തന്നെ നിങ്ങൾ ആധാറിൻ്റെ കോപ്പി, അങ്ങനത്തെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ കൊണ്ടുപോകണം. പിന്നെ മറ്റൊരു കാര്യം, കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ ഫുൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം കൂടെ എല്ലാവരും മനസ്സിൽ വെച്ചേക്കുക. ഫസ്റ്റ് ഇയറിൽ നമുക്കിപ്പം ടോക്കൺ ഫീ അടച്ചത് കുറച്ചിട്ടുള്ള ബാക്കി ഫീസാണ് കോളേജിൽ അടയ്ക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഫസ്റ്റ് ഇയറിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് കുറച്ച് PTA ഫണ്ട്, SNA അങ്ങനെ കുറച്ചൊക്കെ ഫീസ് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ഇപ്പോൾ പ്രൈവറ്റ് കോളേജിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 1 lakh ഒക്കെ കയ്യിൽ കരുതിയിരിക്കുന്നത് ഉറപ്പായിട്ടും നല്ലതായിരിക്കും. ചിലപ്പോൾ നമുക്ക് അത്രയൊന്നും വേണ്ടി വരത്തില്ല. എന്നാൽ പോലും നിങ്ങൾക്കൊരു 80,000 ഒക്കെ എന്തായാലും ആ ഒരു റേഞ്ചിന് എന്തായാലും ഫീസ് ആവും. നമ്മൾ 25,000 ടോക്കൺ ഫീ അടച്ചത് കൂടാതെ തന്നെ ഈ ഒരു 80,000 ഒക്കെ ഉറപ്പായിട്ടും ആവും. സോ സേഫ് എന്നുള്ള നിലയിൽ ഒരു 1 lakh കയ്യിൽ കരുതുക. ചിലപ്പം ഹോസ്റ്റലിൻ്റെ കുറച്ചൊക്കെ അടയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ കോളേജിൽ ഉറപ്പായിട്ടും വിളിച്ച് ചോദിക്കണം, നിങ്ങൾ ക്യാഷ് ആയിട്ടാണോ പൈസ കൊണ്ടുവരേണ്ടത് അതോ നമ്മൾ അക്കൗണ്ടിലിട്ടിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിക്കാണോ കൊണ്ടുപോകേണ്ടതെന്നുള്ളൊരു കാര്യം. അത് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കണം. ബിക്കോസ്
നിങ്ങൾക്കത് ചോദിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കയ്യിൽ വെച്ച് പെട്ടെന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയവർക്ക് BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കാര്യമാണ്. നിങ്ങളാണെങ്കിൽ ബോണ്ട് കൊണ്ടുപോകേണ്ടതാണ്. എന്ന് പറയുമ്പോൾ ബോണ്ട് അത് എങ്ങനെയാണ് ഉള്ളതെന്നുള്ളൊരു കാര്യം സൈറ്റിൽ വരുന്നതായിരിക്കും. മുദ്രപത്രത്തിൽ നമ്മളൊരു ബോണ്ട് കൊണ്ടുപോകണം. എന്ന് പറയുമ്പം ഗവൺമെൻറ് കോളേജിൽ പഠിക്കേണ്ടവർക്ക് അവരുടെ കോഴ്സ് കഴിഞ്ഞിട്ട് 1 ഇയർ അവർ ആ ഒരു സെയിം ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നൊരു ബോണ്ടാണ്. സോ നിങ്ങൾ അത് സെറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പം ആ ഒരു അറിവിലേക്ക് പറഞ്ഞതന്നേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ LBSൻ്റെ സൈറ്റിൽ വരും. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയവർക്ക് മാത്രമുള്ളൊരു കാര്യമാണിത്. പ്രൈവറ്റിലുള്ളവർക്ക് വേണ്ട. അപ്പോൾ എനിക്ക് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ, ഓരോ ഡൗട്ട്സൊക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം ഫുള്ളായിട്ട് തന്നെ കാണുക. വീഡിയോയിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ കമൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും റിപ്ലൈ ഇടാനുള്ളൊരു ടൈം കൂടെ എനിക്കില്ല. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു Q&A വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ഇനിയും നിങ്ങൾക്ക് കിട്ടാനുണ്ടെന്നാണ് കമൻസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. സോ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.